ഗുഡ് ആഫ്റ്റർനൂൺ സർ. എൻ്റെ പേര് സന ഫാത്തിമ എന്നാണ്. സൊസൈറ്റിയിൽ വരുന്ന നമ്മളെ നെഗറ്റീവ്സ് മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഒരാളെ കുറിച്ച് പറയാം. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ സെൽഫ് കോൺഫിഡൻസും മറ്റൊരാളായിട്ട് കമ്പയറും ചെയ്യുമ്പോൾ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഗ്രാജുവലി ഡിക്രീസ് ചെയ്ത് വരികയാണ്. അപ്പോൾ നമ്മൾ സാർ പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഡെവലപ്പ് ചെയ്യണതിൻ്റെ സൊസൈറ്റി ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് സൊസൈറ്റിനെ എങ്ങനെ ശരിയാക്കാൻ പറ്റും, ഓർ നമ്മളെ എന്താണ് സൊസൈറ്റിനോട് പറയുക ഇതിനെക്കുറിച്ച്? സാറിന് എന്താ അഭിപ്രായം? എന്താ ഈ സൊസൈറ്റിയെ നന്നാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം, സൊസൈറ്റി എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ കൂടുമ്പോഴാണ് ഒരു സൊസൈറ്റി ആയിട്ട് മാറുന്നത്. ഒരുപാട് വ്യക്തികൾ കൂടുമ്പോഴാണ് സമൂഹമായിട്ട് മാറുന്നത്. ഒരാൾ 20 വയസ്സ് വരെ ഈ ലോകത്ത് ജീവിച്ചു. 20 വയസ്സായപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ലോകം മുഴുവൻ താറുമാറായി കിടക്കുകയാണ്, എനിക്കൊന്ന് ലോകം നന്നാക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം ഒരു 10 വർഷം ലോകം നന്നാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സായി? ഇപ്പോൾ ഉറച്ചു പറ, 30 വയസ്സായി. അദ്ദേഹം തീരുമാനിച്ചു, അദ്ദേഹത്തിന് മനസ്സിലായി ലോകം ഞാൻ നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നന്നാവില്ല, ലോകത്തിനല്ല കുഴപ്പം, പ്രശ്നം എവിടെയാണ്, എൻ്റെ രാജ്യത്തിനാണ് കുഴപ്പമെന്ന് മനസ്സിലായി. 10 വർഷം അദ്ദേഹം രാജ്യം നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചു. എത്ര വയസ്സായി അദ്ദേഹത്തിന്? 40 വയസ്സായി. അദ്ദേഹത്തിന് മനസ്സിലായി രാജ്യത്തിനല്ല കുഴപ്പം, എൻ്റെ സംസ്ഥാനത്തിനാണ് കുഴപ്പമെന്ന് മനസ്സിലായി. അദ്ദേഹം എന്ത് ചെയ്തു? പിന്നീടുള്ളൊരു 10 വർഷം സംസ്ഥാനം നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചു. എത്ര വയസ്സായി? 50 വയസ്സായി. അദ്ദേഹത്തിന് മനസ്സിലായി സംസ്ഥാനത്തിനല്ല കുഴപ്പം, എൻ്റെ നാട്ടിലാണ് കുഴപ്പമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. നാട് നന്നാക്കാൻ വേണ്ടി ഒരു 10 വർഷം അദ്ദേഹം ശ്രമിച്ചു. എത്ര വയസ്സായി? 60 വയസ്സായി. അദ്ദേഹത്തിന് മനസ്സിലായി നാട്ടിലല്ല കുഴപ്പം, എൻ്റെ വീട്ടിലാണ് കുഴപ്പമെന്ന് മനസ്സിലായി. 10 വർഷം വീട് നന്നാക്കാൻ വേണ്ടി അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു. എത്ര വയസ്സായി? 70 വയസ്സായി. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് വീട്ടിലൊന്നും അല്ല കുഴപ്പം, എന്നിലാണ് കുഴപ്പമെന്ന് മനസ്സിലായത്. അപ്പോഴത്തേക്ക് എത്ര വയസ്സായി? 70 വയസ്സ് കഴിഞ്ഞു അല്ലേ? പിന്നീട് അദ്ദേഹം കഠിനാധ്വാനം ചെയ്ത് 72ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചുപോയി. എവിടെയായിരുന്നു തുടങ്ങേണ്ടത്? ആദ്യം അവനവനെ നന്നാക്കുകയും അതിനുശേഷം വീട് നന്നാക്കുകയും, വീട് നന്നാക്കി കഴിഞ്ഞാൽ നാട് നന്നാവുമെന്നും, നാട് നന്നായി കഴിഞ്ഞാൽ സംസ്ഥാനം നന്നാവുമെന്നും, സംസ്ഥാനം നന്നായി കഴിഞ്ഞാൽ രാജ്യം നന്നാവുമെന്നും, രാജ്യം നന്നായി കഴിഞ്ഞാൽ ലോകം നന്നാവുമെന്നും ഓരോരുത്തരും എപ്പോഴാണോ മനസ്സിലാക്കുന്നത് അപ്പോഴാണ് സൊസൈറ്റി നന്നാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ സമൂഹത്തിനെ നന്നാക്കണമെന്നുള്ള ഒറ്റ വഴി എന്ന് പറയുന്നത് നമ്മൾ നന്നാവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം ഇതാണ്. ഇന്ന് നിങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട ചിന്ത ഞാൻ നന്നാവും എന്നുള്ളതാണ്. ഞാൻ പഠിക്കും നന്നായിട്ട്, മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളത്, ഞാൻ നന്നായി പഠിക്കും, ഞാൻ നല്ലൊരു വ്യക്തിയായിട്ട് വളരും. ഞാൻ നിങ്ങളോട് പറയുന്നത് നല്ല വിദ്യാർത്ഥികളാവുക എന്നതോടൊപ്പം തന്നെ നല്ലൊരു മനുഷ്യനായി ഈ ഭൂമിയിൽ നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുമ്പോഴാണ് കാലം നിങ്ങൾ ഓർക്കുക. അപ്പോൾ ആ കാലം ഓർക്കത്തക്ക രീതിയിലേക്ക് ഇന്ന് ഇവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്ത് നിങ്ങളത് പ്രാവർത്തികമാക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് മാറുവാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ സ്വപ്നം, ആഗ്രഹം.